ഹായ് ഫ്രണ്ട്സ്, ഈയിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ആണിത്. പുല്ലുകണ്ടം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഒരു മഹാത്ഭുതം നടന്നതായി അവിടുത്തെ ശാന്തിക്കാരൻ പറയുന്നു. ആദ്യം ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം. ഗ്യാസ് പോലും ഇല്ലാതെ പുല്ലുകണ്ടം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നിവേദ്യം തയ്യാറാകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതാ കിടക്കുന്നു, ഗ്യാസിന്റെ റെഗുലേറ്റർ ഊരിയിട്ടിരിക്കുന്നു, ഗ്യാസ് കുറ്റി ഇവിടെ വെച്ചിരിക്കുന്നു. ഈ വീഡിയോയിൽ വ്യക്തമായി കാണാം, നിവേദ്യം വയ്ക്കുന്ന അടുപ്പ് നിന്ന് കത്തുന്നു. ഏകദേശം 1 മിനിറ്റ് 54 സെക്കൻഡ് വരെ ദൈർഘ്യമുണ്ട് ആ വീഡിയോയ്ക്ക്. അതുവരേക്കും ആ അടുപ്പ് കെടാതെ കത്തുന്നുമുണ്ട്. ഇതിൽ എന്താണ് ഇത്ര അത്ഭുതം എന്നല്ലേ? ഗ്യാസ് കുറ്റിയും റെഗുലേറ്ററും ഡിസ്കണക്ട് ചെയ്തിട്ടും വീണ്ടും ഗ്യാസ് ഉള്ള പോലെ അടുപ്പ് കത്തുകയാണ്. അതുതന്നെയാണ് ഇവിടുത്തെ മഹാത്ഭുതം. അവിടുത്തെ ശാന്തിക്കാരൻ ആ വീഡിയോയിൽ പറയുന്നുമുണ്ട്, ഭഗവാനെ അയ്യപ്പ, ഇത് എന്തൊരു മഹാത്ഭുതമാണെന്ന്. ഈ വീഡിയോ എടുക്കുന്നതിന് മുൻപും ഒരു വീഡിയോ കൂടി എടുത്തിരുന്നു അത്രേ. അങ്ങനെയെങ്കിൽ ഏകദേശം ഒരു 2-3 മിനിറ്റ് നേരം ആ തീ കെടാതെ കത്തിയിരിക്കണം. അദ്ദേഹം വീണ്ടും പറയുന്നു, ഈശ്വരനെ മാത്രം അറിയാം എന്നാണ് തോന്നുന്നത്. ഇനി ഈ തീ നിലയ്ക്കുമോ എന്നും അറിയില്ല എന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നു. ഈശ്വരൻ ഉണ്ടെന്നുള്ള പക്ഷവും ഇല്ലെന്നുള്ള പക്ഷവും ഉണ്ട്. ഇതൊക്കെ യുക്തിവാദികളോട് കണ്ടിട്ട് മറുപടി പറയണമെന്നും അദ്ദേഹം പറയാതെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി നിങ്ങൾ പറയൂ പ്രേക്ഷകരെ, ഈ നിവേദ്യ അടുപ്പ് ഗ്യാസ് ഇല്ലാതെ എങ്ങനെയാണ് കത്തുന്നത്? അതും മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്നു. എന്താ കഥ? എന്താണ് ഇതിന്റെ പിറകിലുള്ള സത്യം? ശാന്തിക്കാരൻ പറഞ്ഞതുപോലെ അയ്യപ്പന്റെ ശക്തി തന്നെ ആയിരിക്കുമോ? എന്താണ് ഈ തീയുടെ പിന്നിലുള്ള ശാസ്ത്രീയ രഹസ്യം അല്ലെങ്കിൽ ശാസ്ത്രീയ സത്യം? തീ കത്തണമെങ്കിൽ വെറും വായുവിൽ കത്തില്ല. അതിന് അനുകൂലമായ ഘടകങ്ങൾ ഉറപ്പായും വേണം. ഇനി ചിലപ്പോൾ ആ അടുപ്പിലെ പൈപ്പിനുള്ളിൽ അവശേഷിക്കുന്ന ഗ്യാസ് ആയിരിക്കുമോ? അതെന്തായാലും ഇത്ര നേരം ഒരിക്കലും നീണ്ടു നിന്ന് കത്താറില്ല. പിന്നെ എന്തായിരിക്കും? എൻ്റെ തലമണ്ട പുകയുന്നുണ്ട്. ആലോചിച്ചിട്ടേ എനിക്ക് ഭക്തിയുടെയും യുക്തിയുടെയും ഒരു ലോജിക്കുണ്ട്. ഇതിന് രണ്ടിനും നിരക്കാത്ത ഒരു കാര്യമാണ് ഇവിടെ നടന്നത്. ആ ഗ്യാസ് അടുപ്പിന് അല്പം നീളക്കൂടുതലുള്ള പൈപ്പുകൾ ഘടിപ്പിച്ച ഒരു ഗ്യാസ് സ്റ്റവ് ആണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് ആ നീളമുള്ള പൈപ്പിൽ അവശേഷിക്കുന്ന ഗ്യാസ് ആയിരിക്കും എന്നാണ് GPS മീഡിയയുടെ ഗഹനമായ ചിന്തകൾക്ക് ശേഷമുള്ള ഒരു ഉത്തരം. ശരിയാവാം, തെറ്റായിരിക്കാം. പക്ഷേ ഭക്തർ സമ്മതിച്ചു തരുമോ എന്നറിയില്ല. സാധാരണ സോഷ്യൽ മീഡിയകളിൽ ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന ധാരാളം വീഡിയോസ് വരാറുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു ക്ഷേത്രത്തിൽ നിന്നും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുതെന്നാണ് GPS മീഡിയയുടെ ശക്തമായ അഭിപ്രായം. കേരളത്തിലെ ഭക്തന്മാർക്ക് അല്പം ലോജിക്കുണ്ടെന്നാണ് പൊതുവെ പറയാറ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ട ആൾ തന്നെ ഇതിന്റെ ശരിയായ ഒരു ഉത്തരം ഭക്തരുടെ മുന്നിൽ അവതരിപ്പിക്കണമെന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം. കാരണം വളരെ നല്ല രീതിയിലാണ് കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം സമമായി ചാലിച്ച ചിന്തകളുള്ള നാട്ടുകാരുടെ നാടാണിത്. ഭക്തിയും യുക്തിയും ഒക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാലങ്ങൾക്ക് ശേഷം പിന്നീട് ഇതിലെ തെറ്റുകൾ സമൂഹം കണ്ടുപിടിച്ചാൽ അത് പല തെറ്റിദ്ധാരണകളെയും ഊട്ടിയുറപ്പിക്കും. ഭക്തരുടെ മനസ്സിനെ ഇത്തരം പ്രചരണങ്ങൾ ചെറിയ തോതിലെങ്കിലും മുറിപ്പെടുത്തും. അതുകൊണ്ട് നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. നല്ലവരായ പ്രേക്ഷകരെ, നിങ്ങളും കമന്റുകളിലൂടെ കുറിക്കുക. ഇത്തരം പ്രവണതകൾ ശരിയോ തെറ്റോ? ഇതിന് പിന്നിലെ ശാസ്ത്രീയമായ വശം എന്താണ്?